നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ ചൊന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ ആൾമാരും കരുണയായി നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആൾമാർക്ക് കരുണയായി നിയോഗിക്കപ്പെട്ട ആളാണ്. കഴിഞ്ഞ ദർസിൽ നിന്ന് റഹ്മത്തിനെ പറ്റിയാണ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉസ്താദിന്റെ കിതാബിന്റെ 1-ാമത്തെ അധ്യായം റഹ്മത്താണ്. കരുണ ചൊല്ലത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഖുർആൻ ചൊല്ലത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ആൽമാരൊട്ടിಗೆ നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തനാക്കിയത്. അങ്ങനെ വർത്തനാക്കിയത് കൊണ്ട് കോടിക്കണക്കിന് ആൾമാർ പരിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നാറ്, ഇന്നും കടന്നു വന്നുകൊണ്ടേ ഉള്ള. ഇതിക്കെല്ലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തെ അതുല്യമായ റഹ്മത്തിന്റെ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു എറുമ്പുടെ കൂട്ടത്തെ കത്വാട്ടിയത് കണ്ടപ്പോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഭയങ്കര ജോറാക്കിയിട്ട് ഇതാരാണ് ഇങ്ങനെ ആക്കിയത്, തീ കൊണ്ട് ശിക്ഷിക്കട അധികാരം തീരെ പടച്ചെങ്കിൽ റബ്ബുക മാത്രമാണ് ചെന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളെ ഒരാൾ എടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചിട്ട് ആ പക്ഷിയെ ആ കുഞ്ഞിനെ മടക്കി കൊടുക്കുകയോ ചൊന്നെങ്കിൽ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് അധ്യായങ്ങൾ പ്രവിശാലമാണ്. ആയിരക്കണക്ക് പേജ് അതിനെ പറ്റി മാത്രം കിതാബിൽ താഴ്മാറുള്ള ഈ റഹ്മത്തും ചൊല്ലെ അത് ഒരു ക്ലാസ്സിൽ തീർന്നതല്ല, വർഷപൂർത്തി എടുത്തും തീരാത്തതാണ്. ആരത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം. അത് അർ-റഹ്മത്തുൽ മുഹ്ദാത്ത്. ഈ ലോകത്ത് അല്ലാഹു സമ്മാനമായി തന്നിരിക്കുന്ന റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ചെന്നിട്ട് ഒരു പെണ്ണിടെ ശിക്ഷിക്കപ്പെട്ടിട്ട് എന്റെ കാരണം ഫി ഹിർറത്തിൻ സജനതഹ. ആ പെണ്ണ് ഒരു പൂച്ചയുടെ ബന്ധാക്കി വെച്ചാൽ ബന്ധാക്കി വെച്ചിട്ട് അതിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആവത്ത് കൊടുത്തില്ല. ലാഹിയ അത്അമതഹ വലാ സഖതഹ. അതിക്ക് ഭക്ഷണം കൊടുത്തില്ല, അതിക്ക് തണ്ണിയും കൊടുത്തില്ല. ഇനി പുത്രൻ അത് എവിടെയെങ്കിലും പോയിട്ട് തിന്നത്ത് രണ്ടും അവകാശം കൊടുത്തില്ല. അതുകൊണ്ട് ആ പെണ്ണിടെ ശിക്ഷിക്കപ്പെട്ടിട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ടാക്കുന്ന ഹദീസാണ്. അവർ പൂച്ചനെ തടഞ്ഞു വെച്ച് ബുദ്ധിമുട്ടാക്കിയതിന്റെ കാരണത്തിൽ ശിക്ഷ കിട്ടിയിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന വേറൊരു ഹദീസിൽ കണ്ട് ഇതേ പെണ്ണിടെ വയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊള്ളു വദനത്തിന്നാർ. ഒരു നാൾ നന്റെ മുട്ട ഇങ്ങനെ നരകം മുട്ട വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈവായിട്ട് ഇത് കാണും. നരകം മുട്ട വന്നപ്പോ ഇതേ പെണ്ണിടെ കണ്ടോണ്ടുണ്ടോ ആ പെണ്ണിടെ പൂച്ച വന്നിട്ട് ഇങ്ങനെ പരക്കൊണ്ടുണ്ട്. അതേ ശിക്ഷയാണ്. ഈ പെണ്ണ് എതിരിൽ പോകുമ്പോ മുൻഭാഗത്ത് വന്ന് പൂച്ച പരക്കൊണ്ടുണ്ട്, ബാക്ക് ഭാഗത്തിൽ പോകുമ്പോ ബാക്ക് സീറ്റിൽ വന്നിട്ട് ഈ പൂച്ച പരങ്കിട്ട് അങ്ങനത്തെ ഒരു ശിക്ഷയാണ് ഈ പെണ്ണ് കിട്ടിയോണ്ടുള്ളതിന്റെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവം. അപ്പൊ ഇക്കട്ട് ഞാൻ നനപ്പാക്കിക്കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏറ്റവും വലിയ റഹ്മത്തിന്റെ ആളാണ്, കരുണയുടെ ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് കൊടുത്തെങ്കിൽ ആൾ അല്ലാഹുവാണ്. അവന്റെ കരുണ ഒരിക്കലും വിശദീകരിച്ച് തീർക്കാവാത്തതാണ്. അത്രയും വലിയ കരുണയുടെ ആളാണ് അല്ലാഹു. നബി തങ്ങളെ ഇത്രയും വലിയ മഹത്വവും കരുണയും ഇന്നെങ്കിൽ അത് കൊടുത്തെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങണമേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് 100 ആളെ കൊന്നെങ്കത്തെ മനുഷ്യർക്ക് തൗബ കിട്ടിയിട്ട്. അപ്പൊ മുന്നത്തെ ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. സ്വഹീഹായ ഹദീസാണ്. 99 ആളെ അയാൾ കൊന്നിട്ട് ഒരാളെ മുട്ട പോയിട്ട് കേട്ടത് നമുക്ക് തൗബയ്ക്കുവാൻ. അങ്ങനെ തൗബയ്ക്കുവാൻ കേട്ടപ്പോ അയാൾ ചൊന്നു 99 ആളെ നീ കൊന്നിട്ട് എനിക്ക് തൗബമേ ഇല്ല. ഇത് ചെന്നപാടെ അയാളെ കൊന്നു. 99 ബാക്കി അവിടെ 100 ആവട്ടും ചൊന്നിട്ട് അയാൾ ഒരു സെഞ്ചുറി അടിച്ചിട്ട് 100 ആയിട്ട്. എന്നിട്ടും അയാളെ മനസ്സ് 100 ആൾ ഇപ്പൊ ഞാൻ കൊന്നല്ലേ, എനിക്ക് നന്നാവണല്ലോ റബ്ബേ. അതുകൊണ്ട് വേറൊരു ആലിമുടെ മുട്ട പോയിട്ട് വിവരമുള്ള ഒരാളെ മുട്ട പോയിട്ട് കേട്ടപ്പോ അയാൾ ചൊന്നു നിനക്ക് തൗബ ഉണ്ടോ. അപ്പൊ 100 ആളെ കൊന്നവണു തൗബ ഉണ്ടോ. ഇതിനകത്ത് എന്ത് തപ്പാക്ക നിനക്ക് തൗബ ഉണ്ടാ നല്ല ഈ ചൊന്നത്. എന്ത് തപ്പാക്കിയെങ്കും നല്ലാവണം ചൊല്ലൊരു മനസ്സവണക്ക് വന്നെങ്കിൽ സ്വീകരിക്കുക അല്ലാഹുള്ളാണ്. മരിക്കുന്നോടത്തോളം അതിനെ ബാക്കിയായാണ്ടായെങ്കിൽ പിന്നെ അവന്റെ സ്വീകരിക്കണവനാണ്. ഞാൻ എത്ര വലിയ തമ്മാടിത്തരം തെറ്റാക്കിയെങ്കിലും നാണൊന്ന് മനസ്സ് കൊടുത്തിട്ട് അള്ളാഹുടെ മുന്നിൽ പോകുന്ന കാവളുണ്ടായെങ്കിൽ എന്റെ അള്ളാഹു സ്വീകരിക്കണം. മനുഷ്യന്മാർ ഒരിക്കലും സ്വീകരിക്കാൻ. ലോകത്തിൽ ലക്ഷക്കണക്ക് ആൾമാരെ കൊന്നവണു വരെ നാളെ അവണവും മനം മാറ്റം വന്ന് തൗബാക്കിയാൻ ചെന്നെങ്കിൽ അള്ളാഹു അവന്റെ സ്വീകരിക്കുക. മനുഷ്യന്മാർ ചിലപ്പോൾ സ്വീകരിക്കാറ് സൽസ് വന്ന് ഓടുപാട്ട് പറഞ്ഞു മുസ്ലിം ആയിരം ചൊല്ല മാത്രം എത്ര ലക്ഷം ആളെ കൊന്നിട്ട് അവിടെ കേൾക്കുക. അതല്ല,
എത്ര വലിയ തെറ്റാക്കി എനിക്കെത്ത ആളും നല്ല മനസ്സോടെ അള്ളാഹുടെ മുന്നിൽ പോയാണ്ടായെങ്കിൽ അള്ളാഹു സ്വീകരിക്കടാ. ഇതാണ് ഈ ഹദീസിന്റെ പാഠം. അപ്പൊ 100 ആളെ കൊന്നിട്ടു അയാൾ ചൊന്തു തൗബ കൊണ്ടു. അപ്പൊ നിന്റെ തൗബ എന്തിനു കൊണ്ടുണ്ടാ? നീ ഒരു ബെടക്ക് റായത്തുള്ള നിന്റെ റായത്താൽമാർ മോശ അങ്ങനൊട്ടിയെ കൂടി നീ ബെടക്കവിടെ വേണ്ടി സമാവിടെ ചാൻസ് ഇല്ല. അതൊന്ന് നല്ലെണ്ണ ഉള്ള എനിക്കെത്തോ റായുണ്ട് ആ റായത്തിൽ നീ പോണു. അപ്പൊ ഒരു റായത്തെ സിറ്റുവേഷൻ അവിടെ ബെടക്കാണ് നല്ലാവും ചാൻസേ ഇല്ലാണ്ടെങ്കിൽ അവിടെ പിന്നൊരു പക്ക ഹിജറ പോണുണ്ടാണ്. അവിടെ ചേഞ്ച് ആവും. ഞാൻ അവിടെ വേണ്ടിണ്ടെങ്കിൽ ഞാൻ സമ്പൂർണ്ണമായി നശിച്ചു പോണ്ടേ. വേറൊരു റായത്തിന് നീ പോകും. അങ്ങനെ ഇയാൾ നന്നാവുകയായിട്ട് തൗബത്ത മനസ്സിൽ നല്ലങ്ങളെ റായത്തിൽ ഇങ്ങനെ പോകുമ്പോ പാതിയിൽ വെച്ചിട്ട് ഇയാളെ റൂഹ് പിടിക്കുകയും മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്നു. അങ്ങനെ വന്നപ്പോ റഹ്മത്തുടെ മലായിക്കത്തുക വണ്ടാറ്, അദാബുടെ മലായിക്കത്തുക വണ്ടാറ്. കാരണം ഇയാൾ 100 ആളെ കൊന്നേക്കത്തെ വലിയ മോശപ്പെട്ട ആളാണ്. അദാബുടെ മലായിക്കത്തുക റഷ്ടാണ്. നന്ദി ഇയാൾ എടുത്ത പോണ്ട. റഹ്മത്തുടെ മലായിക്കത്തുക ചൊല്ലാറ് 100 ആളെ കൊന്നിരെങ്കിലും ഇയാൾ നന്നാവുമല്ല പോയോണ്ടുള്ളേ. അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് വേണമെന്ന് ചൊന്നിട്ടു. ഇതൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും. അപ്പൊ ഇങ്ങനെ ഇടയിൽ തർക്കായപ്പോ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ഒരു മലക്ക് വന്നിട്ട് ഒരു പരിഹാരം ചൊല്ലും. പരിഹാരം എന്തിനാ ഒന്നുണ്ടാ? നിങ്ങൾ രണ്ടാൾക്കൊണ്ടാണ് ഒരു പരിഹാരം ചൊന്നുകൊണ്ടുള്ള. ഇയാൾ ഏത് റായത്ത് കാണോ പോയിന് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടോ ഈ 2 റായത്തെ ഇടയിലുള്ള അളത്തെ നിങ്ങൾ ഒന്ന് അളന്നു നോക്കും. അഥവാ വെളുക്ക് റായത്തെ ഇയാൾ ഉള്ള ജാഗയ്ക്ക് എത്ര ദൂരം ഉണ്ടോ, ഇയാൾ ഉള്ള ജാഗയുടെ നല്ല ജാഗയ്ക്ക് റായത്തിന് എത്ര ദൂരം ഉണ്ടോ, അതൊക്കെ അയാൾ മുട്ടായിട്ടുണ്ടെങ്കിൽ അയാളെ റഹ്മത്തുടെ മലായിക്കത്ത് എടുത്തു പോകണം. ഏത് നല്ല റായത്തിൽ അയാൾ മുട്ടായിട്ടുണ്ടെങ്കിൽ റഹ്മത്തുടെ മലായിക്കത്ത് എടുത്തു പോകണം. വെടക്ക് റായത്തൊട്ടിക്കാണ് അയാൾ ഉള്ളേണ്ടെങ്കിൽ അദാബുടെ മലായിക്കത്ത് എടുത്തു പോകണം. അവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും, ഇയാൾ പോയി എത്തിയിട്ടില്ല, ഇനി നല്ല റായത്തിൽ എത്തുക എത്രമാ ദൂരം ഉണ്ട്, ഇയാൾ വെടക്ക് റായത്തിക്ക് മുട്ടുള്ളേ. അപ്പൊ ഇയാൾ അദാബുടെ മലായിക്കത്ത് എത്തപ്പെടാറല്ലേ. അപ്പൊ അള്ളാഹു അള്ളാഹുടെ റഹ്മത്തുടെ ಬಗ್ಗೆ അള്ളാഹു ഈ ഭൂമിക്ക് വഹി അറിയിക്കട എന്തൊരു വന്നുണ്ടാ ഈ ചൊന്നെങ്കത്തെ നല്ല ഭൂമിയിലൊട്ടിയെ ചെല്ല നീ മുട്ടാവണോ, ആ ഭൂമിയിലൊട്ടി അള്ളാഹു ചെല്ല നീ ദൂരാവണോ ചൊല്ലും. അങ്ങനെ വെടക്ക് റായ ദൂറാവിടു, നല്ല റായ ഇയാളെ മുട്ടാവിടും. അളന്നു നോക്കുമ്പോ ഇയാൾ നല്ല റായത്തിന് മുട്ടുകൊണ്ടു റഹ്മത്തുടെ മലായിക്കത്ത് അയാളെ എടുത്തു പോയാറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഏതോ ഓർത്തെ കിട്ടിയാൻ ചൊന്നിട്ടോണ്ട് ശിക്ഷിച്ചിട്ട് കൊന്നിട്ട് നരകത്ത് കിട്ടേ തീരും ചൊല്ല നിർബന്ധം അള്ളാഹുവില്ല. ഞാൻ എങ്ങനത്തെ ആളാണെങ്കിലും നക്കൊരു മനസ്സ് വേണം. ഞാൻ നന്നാവിടെ റബ്ബേ, വെറുതെ ഒരു തൗബ അല്ല, ആൽമാറ് കാട്ടൗബനായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസ് അല്ല, അങ്ങനത്തെ ഒരു തൗബ അല്ല, കൽബ് പൊട്ടിയിട്ടുള്ള എനിക്കത്തെ ഒരു തൗബയാണ്. ഈ തൗബ ആക്കടെ ആളെ അള്ളാഹു സ്വീകരിക്കുന്നത് ഗ്യാരണ്ടിയാണ്. ഈ ഹദീസിൽ ഞാൻ ചൊന്നുകൊണ്ടുള്ള അള്ളാഹുടെ അപാരമായ റഹ്മത്താണ് ഏറ്റവും വലിയ റഹ്മത്ത്. അപ്പൊ അള്ളാഹു വലിയ റഹ്മത്തിന് ആളാണ്. അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏറ്റവും വലിയ റഹ്മത്ത് കാട്ടിയിരിക്കുന്ന ആളാണ്. ഇതിന്റെ സന്ദേശം എന്തിനു ചൊന്ന് ആ റഹ്മത്ത് നല്ല കൽബും പറഞ്ഞു. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ സമസ്യ എന്തിനെയും കേട്ടാറുണ്ടായെങ്കിൽ ചിലാൽമാർ ചെല്ലുവാറ് ദാരിദ്ര്യമാണ് സമസ്യ, ചിലാൽമാർ ചെല്ലുവാറ് പൈസ ഇല്ലാത്തതാണ് സമസ്യ, അത് സമസ്യ ഇത് സമസ്യ എല്ലാവരും ചെല്ലുക. അത് സമസ്യ. ലോകത്ത് പ്രയാസങ്ങളെല്ലാം ഉണ്ട്, ദാരിദ്ര്യമുണ്ട്. സുഡാനിൽ ഒരു പ്രിയപ്പെട്ട പാലക്കാര തിന്നുബന്ധമില്ലാണ്ട് ഒട്ടകത്തെ പിൻകാലത്ത് വായി വെച്ചിട്ടാണ് ഇങ്ങനെ തെച്ചൊരു ഫോട്ടോ വൈറലായിട്ട് ലോകം കണ്ടതാ. എന്തുകൊണ്ടും ചൊന്ന് തിന്നുബന്ധമില്ല, അതിൽ ചാണെങ്കിലും തിന്നിട്ട് ഞാൻ വയർന്നുറക്കടേ, ഇത് ഞാൻ കണ്ട എന്നിട്ടും ഞാൻ ചൊല്ല ലോകത്തെ സമസ്യ ദാരിദ്ര്യമല്ല. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയുള്ള എനിക്കൊരു കിടാവ്, ആ കിടാവ് എല്ലാം തോളായിട്ട് അതിനെ പിടിക്കുവാനായിട്ടൊരു ഹത്തു ഒരു കിടി വന്നിട്ട് ഇങ്ങനെ ഒഞ്ചു ഹാക്കി കാത്തോണ്ടുണ്ടു. എന്ത് ഈ കിടാവിടെ എടുത്തു പോകണം, പക്ഷെ തെല്ലത് അനഞ്ഞോണ്ടുണ്ടു. അതുകൊണ്ട് ജീവോണ്ടും വേരച്ചിട്ട് അത് തൊട്ടോണ്ടില്ല. അതിന് മുട്ട വന്നിട്ട് ഇപ്പ ആ കിടാവിടെ പിടിക്കരുത്. എന്തുകൊണ്ട് എല്ലാം തോളായിത്തിന് കേട്ടെങ്കിൽ തിന്നുബന്ധം ഇല്ല, അതുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഉണ്ട് ഈ കിടാവ്. അതിലൊടുത്ത ഫോട്ടോ എടുത്ത ലോകം മൊത്തം വൈറലായിട്ട്. പക്ഷേ അവണ്ടൊട്ടിയെ പിന്നെ കേട്ടാറ്, അവൻ വലിയ പ്രശസ്തി കിട്ടിയിട്ട് അവണ്ടൊട്ടി കേട്ടാറ് ആ കിടാവിടെ ഫോട്ടോ മാത്രല്ല നീ കടത്തി, ആ കിടാവ് എന്തായാലും നീ കൊണ്ടുണ്ടാ, അത് കൊന്നില്ലല്ലോ. മനുഷ്യന്മാർക്ക് ഫോട്ടോ എടുക്കേണ്ട പൂജയല്ലേ. ആക്സിഡന്റ് ആയെങ്കിൽ അല്ലാത്ത ഏത് ജാഗയിൽ ഫോട്ടോ മാത്രമാണ്, എന്തായാലും അതില്ല വിഷയം. അപ്പൊ ഞാൻ വൈറലായെങ്കിൽ ഇതുകൊണ്ട് തലക്ക് പറ്റിയിട്ട് ആ കിടാവ് എന്തായിട്ട് അതിനെ ഞാൻ രക്ഷപ്പെടുത്തിയേ, അതിനെ ഞാൻ തൊട്ടേ, ഫോട്ടോ എടുത്തിട്ട് മാത്രമല്ല ഞാൻ വിട്ടേ. 3 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ അവൻ ആത്മഹത്യയാക്കാൻ ലോകം അറിയപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ചൊല്ലേ, ഇത് കണ്ടിട്ടും ഞാൻ ചൊന്നുകൊണ്ടുള്ള ലോകത്തെ സമസ്യം ദാരിദ്ര്യമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമസ്യ എന്തിനു വന്നുകൊണ്ട് മനുഷ്യൻ സ്വാർത്ഥിയായാൻ ചൊല്ലതാണ്. ദാരിദ്ര്യമല്ല സമസ്യം, മനുഷ്യൻ സ്വാർത്ഥിയായ. മനുഷ്യന്റെ മനസ്സിൽ കരുണയും ചൊല്ലതില്ല, എത്തുവയ്ത്ത് റഹ്മത്തും ചൊല്ലത് പരസ്പരം എടുത്തു പോകണമെങ്കിൽ ലോകത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ഇന്ന് ഞാൻ ഒരു ബുക്ക് വായിച്ച പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൽ പണ്ടത്തെ കാലത്തെ കുറെ ചിത്രങ്ങളെല്ലാം ഉണ്ട്.
ആധുനിക ലോകം കൊമ്മന്നെങ്കെത്ത ദുരന്തങ്ങളുണ്ട്. എത്ര ആൾമാരെയാണ് കൊന്ന്. 20ನೇ ശതമാനം പിറന്നൽ പിന്നെ കോടിക്കണക്കിൽ ആൾമാരെ കൊന്ന. സിറിയത്തിൽ യുദ്ധമായിട്ട്, ഇറാഖിൽ യുദ്ധമായിട്ട്, അവിടെ ഓരോ ഫോട്ടോസ് എല്ലാം കണ്ടെങ്കിൽ കൽബുള്ളവൻ അവൻ കരഞ്ഞു പോകും, ഉൾപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടങ്ങ, ബാപ്പ നഷ്ടപ്പെട്ടങ്ങ, ഉമ്മ നഷ്ടപ്പെട്ടങ്ങ, അയാളെ കബറിനെ വിട്ട പോയിട്ട് കരയിലെങ്കെത്ത രംഗങ്ങളാണ്. ലോകത്തുള്ള നേതാക്കന്മാർക്ക് റഹ്മത്തില്ല. സമ്പത്തങ്ങ് കൂടിയിട്ട് മുസ്ലിമീങ്ങളായ നേതാക്കന്മാർക്കും റഹ്മത്തില്ല. കോടിക്കണക്കിൽ പൈസ നണ്ടൊട്ടിക്ക് ഇസ്രാഫായോണ്ടിരിക്കുമ്പോഴും ഒരു നാൾക്ക് എത്രമാ KG ഭക്ഷണം നല്ലത് ഇസ്രാഫായോണ്ടിരുന്നെങ്കിലും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടുള്ള 2015 ഒരു സിറിയൻ പാലക്കാട് ഒരു ചെറിയ കിടാവുടെ ഒരു ഫോട്ടോ. ആ കിടാവുടൊട്ടിയ 2015 റംസാനിൽ കേട്ടാറ്. ആ കിടാവ് പുല്ലു തിന്നോണ്ടുണ്ട്. ആ സിറിയത്തിൽ ഗലാട്ടായിട്ട് പുല്ലു തിന്നോണ്ടു. ആ കിടാവുടൊട്ടി കേട്ടാറ്, ഈ ചെറിയ പെരുന്നാൾക്ക് നിനക്ക് ഗിഫ്റ്റ് നീ എന്താ പ്രതീക്ഷിക്കാൻ കേട്ടപ്പ നമുക്ക് ഒരു റൊട്ടി തന്നെങ്ങയ്യാവും. ആ കിടാവ് ചൊല്ലു ഒരു 10 തന്നെങ്ങയ്യാവും. ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ എത്രമോ രാഷ്ട്രങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ പൈസത്തിലും ആഡംബരത്തിലും മുങ്ങിക്കൊണ്ടുള്ള ഇറാഖിൽ ഇപ്പൊ പ്രധാനമന്ത്രി ചേഞ്ച് ചെയ്യും. അവിടെ ഒരു മഹിളാ മന്ത്രിയുടെ ഔത്തുക റൈഡായപ്പ $300 കോടി ലേറെ പൈസ സ്വത്ത് അവളുടെ മുട്ട കൊണ്ടു. അതേ ഇറാഖിലാണ് പട്ടിണിയുമായിട്ട് എന്തുമില്ലാണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ടുള്ള ഈ പെട്രോളിന്റെ കട്ടിട്ട് അമേരിക്കത്തിന് വിത്തിട്ട് പൈസ ആക്കിയിട്ട് കുറെ ആൾമാർ ഉഷാറായോണ്ടുള്ളാറ്. പക്ഷെ എത്ര ആൾമാർ നശിച്ചുകൊണ്ടുള്ള ചൊന്നില്ലേ മനുഷ്യർ അവൻ ഉഷാറായെങ്കിൽ നന്റെ ചുറ്റുമുള്ള എന്തോ അതിന് തൊന്തരയില്ല ചൊല്ല റഹ്മത്തില്ലായ്മയ മാനവീയത്തെ മനുഷ്യത്വമില്ല. ഇത് ലോകത്തെ വിഷയം ചൊന്നോണ്ടിരിക്കുമ്പോ നന്റെ ಬಗ್ಗೆ നന്റെ ഉത്തര ಬಗ್ಗೆ ഞാൻ അഞ്ചനാക്കണു. 2 നാൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ ഒരു ന്യൂസ് ഞാൻ അറബ് ന്യൂസ് നോക്കി. അതിലെന്തിനാ ഉള്ള വന്നിട്ടുണ്ട്, രാത്രി ഗാസത്തിൽ യുദ്ധം നിന്നിട്ടില്ല, നവയത്തെ നിന്നിട്ട് തീർത്ത് നിരന്തരമായിട്ട് കൊന്നുകൊണ്ടുള്ള പാവപ്പെട്ട ആൾമാരെ നിരന്തരമായിട്ട് കൊന്നുകൊണ്ടുള്ള. അങ്ങനെ രാത്രി ഉറങ്ങിക്കെത്ത കുടുംബം, ബാപ്പ ഉമ്മ 4 ചന്തത്ത മക്ക ഔത്തുവം വന്നിട്ട് തീ വെച്ചാറ്. സുബൈക്കാവുമ്പോ കത്തിട്ട് എന്തും ഇല്ല, ഈ കുടുംബം കരിഞ്ഞു പോയിട്ട്. ഞാൻ കേക്കടേ ആ ആൾമാർക്ക് നമുക്ക് നൊബൽ പ്രശസ്തി വേണമെന്ന് കേട്ടോണ്ടുള്ള. ഇറാന്റെ യുദ്ധം നടക്കുമ്പോ ആദ്യമായിട്ട് പോയിട്ട് ബോംബിട്ടിട്ട് 100 ചില്ലാറ പ്രിയപ്പെട്ട പെൺമക്കളെ കൊന്നാർ. അതേ കൊല്ലുക നേതൃത്വം കൊടുത്തവൻ ഈ അടുത്ത് വരെ ചെന്ന നമുക്ക് നൊബൽ പ്രശസ്തി വേണോ, ശാന്തി വേനായിട്ട്. ലോകത്തെ വിരോധാഭാസ പ്രിയപ്പെട്ട സഹോദരന്മാരപ്പം ഞാൻ ചൊല്ലേ, അത് അന്താരാഷ്ട്ര വിഷയങ്ങളാണെങ്കിലും ഞങ്ങളുടെ ചുറ്റും ആസുവാസനും മനുഷ്യൻ സൗകര്യങ്ങളും സമ്പത്തും കൂടിയപ്പോൾ സ്വാർത്ഥിയായ അവന്റെ ചുത്തേ വേനിയിട്ടുകൊണ്ടുള്ള എത്രമോ കൊലകൾ ഈ അടുത്ത് നടന്നു. ഞാൻ BC റോഡിൽ ഒരു കൊല നടന്ന് അത് ഓതുമ്പോ പ്രീതി സിറ്റി കൊന്നേന്റെ അതിലുള്ള ഞാൻ വിചാരിച്ച പ്രീതി ഉണ്ടെങ്കിൽ അവൻ കൊല്ലുടാണ്. അവൻ എന്ത് പിരിസാനുള്ള അവൻ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരിയാണ്. അവന്റെ മനസ്സിൽ റഹ്മത്തിൻ ചൊല്ലത് ഊരിയെടുക്കപ്പെട്ടപ്പമേ ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ കൊത്തിട്ട് കൊല്ലുക അവനക്ക് സാധ്യ. അതേ വേറൊരു ന്യൂസ് വന്ന് ഒരു ഔത്തിൽ പ്രിയപ്പെട്ട മർമോളുടെ കൊന്നാറുണ്ട്. അത് ഞാൻ കൊന്നില്ല, അത് അങ്ങനെ ഒക്കുണ്ടായി. ഞാൻ വിചാരിക്കട്ടെ ഒരു ഔത്തുകു കടത്തിയെങ്കിത്ത പ്രിയപ്പെട്ട മർമോളുടെ കാക്ക മാമി ഔത്തരങ്ങ കൂടിയിട്ട് കൊല്ലുടേന്ന് ചൊന്നെങ്കിൽ ലോകം എത്ര ക്രൂരതയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് ഞങ്ങൾ ഔത്തുൽ ആവർത്തിക്കോതീറ, ഞങ്ങളെ രായത്തിൽ ആവർത്തിക്കോതീറ, ഞങ്ങളെ പരിസരങ്ങളിൽ ആവർത്തിക്കോതീറ. ഏതോ രായത്തെ നന്റെ ഔത്തു വന്നെങ്കെത്ത പ്രിയപ്പെട്ട ഒരു മോളുടെ ഹിംസ ആക്കിയിട്ട് അവളുടെ കൊല്ലുടേന്ന് ചൊല്ലെങ്കെത്ത ഒരു ദുരവസ്ഥ ലോകത്ത് പണ്ടുണ്ടായെങ്കിൽ ഈ ലോകത്താണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ഒരു ഔത്തു ഒരു പ്രിയപ്പെട്ട മോൾ വന്ന ആളുണ്ടായി. മഹാന്മാർ ചെന്നാറ് ഫകുല്ലഹ അവൻ നീ അവൾക്ക് പാപ്പയാവണം. ആരൊട്ടിയെ ചൊല്ലേ, മാപ്പിളൊട്ടിയെ ചൊല്ലേ, കാക്കരൊട്ടിയെ ചൊല്ലേ, മാമിരൊട്ടിയെ ചൊല്ലേ. ഇത് ഹിംസയാക്കുള്ളെങ്കെത്ത പെണ്ണല്ല. നീ അവളുടെ ബാപ്പ, നീ അവളുടെ ഉമ്മ, നീ അവളുടെ സഹോദരൻ എല്ലാരും ആവും. എന്റെ എല്ലാരെയും വിട്ടിട്ടാണ് അവൾ നിന്റെ ഔത്തു വന്നത്. അപ്പടെ സ്ഥാനം തുമ്പകുന്നക്കാവണോ, ഉമ്മയുടെ സ്ഥാനം തുമ്പകുന്നക്കാവണോ, സഹോദരന്റെ സ്ഥാനം തുമ്പകുന്നക്കാവണോ. ഇങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ളത്. ഞാൻ ചെന്നത് ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പാട്ടിയത് കരുണയാണ്. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. എല്ലാവർക്കും നിങ്ങൾ റഹ്മത്താക്കറുണ്ട. ഒരു ഉസ്താദ് അയാളുടെ ശിഷ്യക്ക് ആദ്യമായി ചൊന്നു കൊടുക്കുന്ന ഹദീസ് ഏതെന്ന് കേട്ടെങ്കിൽ ഈ ഹദീസാണ്. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ലോകത്ത് ജാതി ധർമ്മ വർഗ വർണ്ണ പത പങ്കട ചൊല്ല് വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും നിങ്ങൾ നല്ല റഹ്മത്താക്കറും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് വഴിപാട്ടി തന്നോണ്ടുള്ളത്. ഈ റഹ്മത്ത് അങ്ങ് ഓരിപ്പോയി. സ്വന്തം അപ്പക്ക് രോഗം വന്നെങ്കിൽ ഉമ്മക്ക് രോഗം വന്നെങ്കിൽ നോക്കവും മക്കൾക്ക് പുരുഷത്തില്ലാത്ത അവസ്ഥ. ഈ അടുത്ത ഒരു പക്കം ഞാൻ പോയിട്ടുണ്ട്. വയസ്സര ഒരാൾ അയാൾ ചൊന്തു ഉസ്താദ്
മരണം വരെ ആഫിയത്തോടെ ചെയ്തു ദുആർക്കറു. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാ ആഫിയത്ത് തരട്ട്, ഒരാൾക്കും പാറാവാത്ത രൂപത്തിൽ അള്ളാഹു ഞങ്ങളെ ജീവിപ്പിക്കട്ട്. അയാൾ ചൊന്ന കാരണം ശരിയാണ്. അയാൾ ചൊന്തു പണ്ടല്ല സീക്ക് വന്ന മക്ക 20 വർഷം നോക്കുക, ഇനി 20 നാൾ നോക്കാറ് ഉസ്താദ്. അതുകൊണ്ട് മരിക്കറോടത്തോളം ആഫിയത്തോടെ ദുആർക്കണം. ഈ അടുത്ത നാൾ പ്രോഗ്രാം പോയപ്പോ ചോറിനോട് ഔത്തുള്ള ഉമ്മാണ് ചോറാക്കിയത്. ഉമ്മ ഇതെല്ലാം ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ ചെന്ന ഉമ്മയുടെ കയ്യുണ്ട്. അത് ഹോട്ടലിന്റെ കൊമ്പണ്ടായിട്ട് ഔത്തുൽ പെയിന്റിങ് ആക്കി തന്നെ ഭയങ്കര ടേസ്റ്റാണ്. മനസ്സിലെ പണ്ടേക്കത്തെ സ്നേഹവും മിശ്രായതാണ്. അപ്പൊ ഞാൻ ചെന്നേ. അപ്പൊ അയാൾ ചൊല്ലേ ഇനിയിപ്പോ കുറച്ച് കാലം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പെൺമക്കളോട്ട് ആറും ആധുനിക ആൾമാരല്ല, എല്ലാവരും അങ്ങനെ കൊമ്പന്നിട്ട് അവിടെ വെക്കുവാറ്, പേനും ചൂടാക്കി തിന്നോറും. എല്ലാവർക്കും പുസ്തകത്താണ് അങ്ങൊന്ന് നയിക്കോ പോണ്ടേ, ഇങ്ങൊന്ന് നയിക്കോ പോണ്ടേ, എല്ലാവരും നയിക്കോ പോണ്ടേ. ഈ ഒരു കൊസി, സന്തോഷം, സമൃദ്ധി, വർക്കത്ത് ഇതെല്ലാം നശിച്ചു പോയിരിക്കത്തെ ലോകത്താണ്. ഇത് ചൊല്ലണമല്ലാണ്ട് ഇതിങ്ങനെ യാറാവിടെ അല്ലാണ്ട് സഹോദരന്മാരെ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ളു. ഞങ്ങൾ നല്ല റഹ്മത്തിന് ആളാവും, കരുണയുടെ ആൾമാരാവും. ഞങ്ങൾ ആരെ അനുയായി ഞാൻ ചൊല്ലിക്കത്ത ബോധം എക്കാലത്തും നമുക്കുണ്ടാവും. ഈ അടുത്ത് ഞാൻ ഒരു ബുക്കിൽ വയ്ക്കാൻ ചെന്നിട്ടില്ല. ഒരു ക്യാൻസർ തജ്ഞ എഴുതിയിരിക്കത്തെ ബുക്കാണ്. ഞാനത് കുറേ വായിച്ച് കണ്ണീരൊലിപ്പിച്ച് അങ്ങനത്തെ ബുക്ക് എന്തെങ്കിലും ചെന്നേം കർത്താവില്ല. അവനവൻ ഓതും അപ്പോഴേ അതർത്താവും. ഒരു മനുഷ്യരെ യാഥാർത്ഥ്യ ജീവിതം അതിൽ ചൊന്നുകൊണ്ടുണ്ട്. അയാൾ അനുഭവങ്ങളാണ് ചൊന്നുകൊണ്ടുള്ള റഹ്മത്തില്ലായ്മ എത്രത്തോളം ഉണ്ടോന്ന് ചൊന്നേ. ഒരു ബാപ്പക്ക് സീക്ക് വന്നു. അങ്ങനെ സീക്ക് വന്നപ്പോ അവസാനം ക്യാൻസർ അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഇയാളെ 2 മക്കൾ ഫ്രാൻസിലാണുള്ളു, ഫ്രാൻസിലുണ്ടു. അങ്ങനെ വന്നാറ് ഒത്തിരി പെഞ്ഞായി ഫ്രാൻസിലുള്ളേ. മർമോൾ 2 മറുമക്കം വന്നിട്ട് അങ്ങ് അർജന്റ് അങ്ങ ഒരാൾ ഇതിക്ക് മുന്നോട്ടൊക്കെ ചെന്ന് ഞാൻ പിന്നെ എതിരെ ചെന്നെങ്കിൽ അപ്പടെ സീറ്റും ചെന്നിട്ട് ഒരാഴ്ച വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇയാൾ ടിക്കറ്റ് എടുത്തിട്ടായി ആ മുന്നത്തെ അപ്പൊ മരിച്ചിട്ട് ഇയാൾ മേലെ കൊസിയായിട്ട് എന്തേ പിറ്റാൻ ടിക്കറ്റ് ഉണ്ടല്ലോ ചെയ്ത് പോയി. അവിടെ പോയിട്ട് ഒരാൾ ടീച്ചറിന്റെ ഓള ഇന്നലെ അപ്പൊ മരിച്ചതിൽ അൽഹംദുലില്ലാഹ് ഇന്റെ വറവയിച്ച്. ഇങ്ങനത്തെ സ്വാർത്ഥി മക്ക ജീവിക്കണമെങ്കിൽ ലോകത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞങ്ങൾ ഇത് ലൈവാണ്. ഇത് എവിടോ ഫ്രാൻസിലെ വിഷയം, കേരളത്തെ വിഷയം, ഞങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടുണ്ടോ ഇത് ഇല്ലാണ്ടാവുന്നു. റഹ്മത്ത് എവിടെ ഇല്ലേ നമുക്ക് സ്വർഗമേ കിട്ടില്ല. ഞങ്ങൾ എത്ര വിവാദത്തെടുത്തൊന്നും കാര്യമില്ല. ഞാൻ ഉറപ്പൊക്കെ പോയ സോഷ്യൽ വർക്കറാണ്, വലിയ ആളാണ്. അയാളെ വയസ്സത്ര ഉമ്മ ഒരു ചെറിയ കൂടുകൾക്ക് ബന്ധാക്കി വെച്ചതാ. ഒരു മഗ്‌രിബിയുടെ ടൈമിൽ ഞാൻ കരച്ചിൽ വന്നു ഒരു ബന്ധാക്കി വെച്ചതാ. ഫാൻസ് ഇല്ല അവിടെ. വലിയ സോഷ്യൽ വർക്കറാണ്. വേറെ ഒരാൾ ചെണ്ട ഉമ്മ മലമൂത്ര വിസർജനാക്കുമ്പോ ചിലപ്പോ പൈസ ഇതല്ലേ ആ സമയത്ത് ചെല്ലിട്ട് ചാണിട്ട പോലെ ഇട്ടുകൊണ്ടുള്ള ആരും ചെന്ന് പോണു. വലിയ സ്റ്റേജിൽ ഒരു വലിയ സ്ഥാനം ഉണ്ടോന്നു. ആ സ്റ്റേജും സ്ഥാനവും ദുനിയാവ് മാത്രമാണ്. സ്വന്തം അബ്ബടെ ഉമ്മടെ ബിർസവും പൊരുത്തവും ഇല്ലാത്ത കാലത്തോളം ഒരിക്കലും ഒരാളും നന്നാവുകൊണ്ടുള്ള മൊയ്തുക്കീഴ്ശേരിയുടെ ലോക സഞ്ചാരിയായി മെച്ചുവെച്ചിട്ടാണ് കേരളം. എത്രമോ രാഷ്ട്രങ്ങൾ പാസ്പോർട്ട് ഇല്ലാണ്ട് വിസ ഇല്ലാണ്ട് സാഹസിക യാത്രയാക്കി എത്തോരാണ്. അയാളൊരു ബുക്കുണ്ട്, പ്രേമക്കത്തര ബുക്കാണ്. അതിലുള്ള യാത്രയിലെല്ലാം എത്രമോ ആൾമാരെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. നന്റെ എത്രമോ ആൾമാർ പ്രേമിച്ച പാകിസ്ഥാനത്ത് പോകുമ്പോ ഫിദാൻചുള്ള ഒരു പെണ്ണ് എന്നെ പ്രേമിച്ച, റഷ്യത്തിൽ പ്രേമിച്ചാർ. അവിടെ സുമാർ പെണ്ണിങ്ങ റഷ്യത്തെ പെണ്ണിലൊട്ടിയ മഞ്ഞിലെല്ലാം ഫിക്സ്. ആ സമയങ്ങളില്ല നമുക്ക് ഓർമ്മ വന്നത് ನನ್ನ പ്രിയപ്പെട്ട ഉമ്മടെയാണ്. 18 വർഷം ಬಲ್ತಿಯಂಕೆತ್ತ ಅಪ್ಪಡೆ ಉಮ್ಮಡೆ ಬಲ್ಚೆರ್ನಿಟ್ಟು ഏതോ ഒരുത്ത മിസ്കാൾ കൊടുത്തോണ്ട് ബാക്കിൽ ഓർഡറിങ്കെത്ത ആധുനിക ദുരന്താണ്. അവിടെ അയാൾ ചൊന്നുകൊണ്ടുള്ള ഇങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ ഉമ്മടെ നിനപ്പോയിട്ട് എത്രമോ വർഷങ്ങൾ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ പാകിസ്ഥാനത്ത് എത്തുമ്പോ നമുക്ക് വിജയ കിട്ടിയിട്ട് എൻ്റെ പിതാക മങ്ങിലായിട്ട് ആ കിടാവ് അവൾ മൊയ്തൂൺ ചൊല്ല പേര്, ഇയാളെ പേര് മൊയ്തൂണ്ടാണ്. നന്റെ പേര് അവൾ വെച്ചതാണ്. അപ്പൊ അയാൾ ചൊല്ലെ ജീവിച്ചിട്ടുള്ള നന്റെ നക്ക് സ്മാരകം കെട്ടി ഹയാത്തുള്ള നക്ക് സ്മാരകം കെട്ടിയ പെണ്ണാണ് പാകിസ്ഥാനത്തെ ഫിദ. ഇയാൾ രായത്ത് വന്നിട്ട് മങ്ങിലൈത്ത് ഇയാൾക്ക് ഒരു പെണ്ണുകിടാവ് ഫിദാൻ ചൊല്ലെ പേരെ ഇട്ടിട്ട് കുറച്ചു നാളാവുമ്പോ പേര് ചേഞ്ച് ആക്കിയിട്ട് ആ ഓർമ്മ നക്ക് വന്നുകൊണ്ടുണ്ട്. പക്ഷെ അയാൾ ചൊന്ന വിഷയം അതാണ്. ഇതെല്ലാം ആയിട്ടും ഞാൻ ഒത്തു പറവു. കാരണം വയസ്സെത്തിയായ എന്റെ ഉമ്മ അവിടെ കാത്തോണ്ടുണ്ടോ. ഞാൻ വന്നപ്പോ ഞാൻ മരിച്ചുപോയി ഞാൻ ചൊന്ന് വിചാരിച്ചെങ്കെത്ത ഉമ്മ ആലിംഗനാക്കിയിട്ട് നക്കപ്പ കിട്ടിയെങ്കെത്ത കൊസിയും സന്തോഷവും ലോകത്ത് ഒരാൾക്കും അത് തറവ് സാധ്യയില്ല. അങ്ങനത്തെ ഉമ്മ അപ്പ മരിക്കോ കിടന്നിട്ടുണ്ട്, ക്യാൻസർ ആണ്. ഇങ്ങ രണ്ടാൾ വന്നാർ ഡോക്ടറെ മുട്ട പോയിട്ട് കേൾക്കണെന്നില്ല ഒന്നുണ്ടാ അല്ല എത്ര നാളിക്കൊണ്ട കേൾക്കണേ ഒരു താത്കാലിക ഡേറ്റ് ചൊല്ലുന്നുണ്ട അഥവാ അപ്പടെ മരണത്തെ ഡേറ്റാണ് ഡോക്ടർ ടീ കേട്ടോണ്ടുള്ള ഇയാൾ ചൊല്ലു. ഞാൻ അസഹായക്കാണ് ഈ വല്ലാത്തൊരു ഡോക്ടർ ആവാറ്. ആ ഡോക്ടർ ഞാനത് വിശദീകരിക്കുന്നത് എനിക്ക് ചെല്ലുക ഇതിന്റെ അനുഭവങ്ങളാണ്. ഇതെല്ലാം ഞാൻ എന്തിക്ക് ചെല്ലാൻ ചെന്ന മനുഷ്യർ മനസ്സ് നന്നാവുന്നതിനായിട്ടാണ്. അവിടെ ആ ഡോക്ടർ പിന്നൊരു ഡോക്ടർ വഹിച്ചുകൊണ്ട് എത്രമോ ഡോക്ടർമാർ പോയെങ്കിൽ പൈസ വീങ്ങുവാട്ടാറ്. അങ്ങ് രോഗികളെ പറയിടാറ്, എതിർക്കിടാറ്, എന്തെല്ലാം അങ്ങ് പൈസ എങ്ങമേ. ആ സമയത്ത് ഈ അത്ഭുതകരമായ മാനവീയത്തെ ഉള്ളെങ്കിൽ ഒരു ഡോക്ടറാണ്. അയാളെ പേര് ഗംഗാധരണ്ടാണ്. അപ്പൊ അയാൾ ചൊല്ലെ നന്റൊട്ടി ഡേറ്റ് കേട്ടോണ്ടുള്ള ഇയാൾ എപ്പം മരിക്കരുത്. പിന്നെ കുറച്ച് നാളാവുമ്പോ അയാൾ കൈയുത്താക്കുവായിട്ടില്ല. അപ്പടെ കൊണ്ട് ഇങ്ങനെ സൈനിക പാർട്ടി കൊണ്ടുള്ള എനിക്ക് സ്വത്ത് വേണം. അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് നന്റൊട്ടി ചൊന്നിട്ട് വിട്ടാർ ഡോക്ടറെ ഒരു സ്വർത്തൊരാളുണ്ട്, ഇനി ഞങ്ങൾക്ക് കാക്കും പോലെ ഇല്ല, ഞങ്ങൾക്ക് അവിടെ ബിസിനസ് ഉണ്ട്, ഞങ്ങൾ പോണ്ടാൻ ചൊന്നിട്ട് അങ്ങ് പോയാൽ
അങ്ങനെ ഡോക്ടർ ചൊല്ലു അണ്ട് അസർ കണ്ട് മോനിക്ക് നർസ് നല്ല വെച്ചിട്ട് നോക്കുമ്പോ ഇതേ അബ്ബ നിശ്ചലായിട്ട് കിടന്നുകൊണ്ടുണ്ടോ ഈ എല്ലാവരും അർജന്റാക്കി കാത്തോണ്ടിന്ന് എനിക്കെത്ത മരണം ഇന്ന് ഈ അബ്ബടെ മുട്ട വന്നത് ലോകം കരുണയില്ലായ്മയാണ്, പിരിസയില്ലായ്മ. സ്വന്തം മക്കൾ വരെ പിരിസയില്ലാത്ത എനിക്കെത്ത ലോകത്താണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. റഹ്മത്തില്ലെങ്കിൽ സ്വർഗത്ത് പോകും സാധ്യമേ ഇല്ല. അതിൽ വേറൊരു അനുഭവം അയാൾ ചൊത്തു. ഒരു മേരിൻ ചൊല്ല പെണ്ണ് ക്യാൻസർ അങ്ങനെ വന്നിട്ട് പിന്നെ മറന്നാക്കിയിട്ട് ഔത്രങ്ങ പറയുക സുറാക്കിയ റായത്തങ്ങ പറയുക സുറാക്കിയ ഔത്ര ഉൾക ഒരു റൂമിൽ ബന്ധാക്കിയ അവസാനം ഈ ഡോക്ടർ മുട്ട വന്നപ്പോ രോഗമെല്ലാം സുമറൈ. കുറച്ച കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇതേ പെണ്ണിന് പിരാന്തം ചൊന്നിട്ടാണ് വിച്ചവണ്ടേ. അപ്പോ ഉമ്മ ഉണ്ട്, ഉമ്മടെ പത്ത് നീപ്പാട്ടി ഡോക്ടർ ഈ പെണ്ണിടൊട്ടി കേട്ട് എനിക്ക് പിരാന്തുണ്ടാ. നോക്കുമ്പോ ഈ പെണ്ണ് പിരാന്തൊന്നും ഇല്ല. ഈ പെണ്ണ് ചെന്ന് എനിക്ക് പലക്ക നന്റെ സീക്ക് സുമറായി. പക്ഷേ ഡോക്ടർ നന്റെ ക്യാൻസർ എന്തെങ്കിലും നിങ്ങൾ സുമറാക്കിയാൽ ഞാൻ മരിക്കും ഒരു ഇഞ്ചക്ഷൻ നിൽക്ക് തന്നിരം എന്താവും ഞാൻ മരിക്കത്തല്ലേ. ഞാൻ ഇന്ന് ക്യാൻസർ സുമറായിട്ടും പ്രായത്തിൽ നടക്കുവാൻ മാർബിടില്ലേ. പ്രായത്ത് ഞാൻ ഇങ്ങനെ പോകുമ്പോ ചൊല്ലേ അത് ബ്ലഡ് ക്യാൻസർ ഉള്ള എനിക്കെത്ത പെണ്ണുണ്ടാ ചൊല്ലേ. ബ്ലഡ് ക്യാൻസർ അതാ പോയോണ്ടുണ്ടോന്ന് എന്റെ വകി ചെല്ലേ. നക്ക് പിരാന്തുണ്ടാ ചൊന്നുണ്ടേ. അങ്ങനെ പിരാന്താവും ഞാൻ മാത്ര കുടിച്ച നക്ക് പിരാന്തായില്ലേ. നന്റെ എന്തേ നീ കണ്ട് കൊല്ലാത്തേണ്ട ബെരുതേക്കും പിരാന്തില്ലാത്ത ആളെ മനുഷ്യന്മാർ കൂടിയിട്ടാ പിരാന്താക്കളെ. ഇപ്പൊ നന്റെ ഒട്ടി ഒരു പാലക്കാർ ചൊന്ന നന്റെ മങ്ങിലെ തപ്പാട്ടിയാർ ഉസ്താദ് 3-4 പെണ്ണുങ്ങളെ തപ്പാട്ടിയാർ. എന്തേ അവൻ കള്ളു കുടിக்கிறവനും ചെന്നാറ്. അവൻ അങ്ങനെയാണ് ചെന്നാറ്. നൗദുബില്ല. എത്ര വലിയ തെറ്റാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആണിങ്ങ ഉള്ളാറ് പെണ്ണിങ്ങ ഉള്ളാറ് ഇങ്ങനത്തെ ബെരുതേക്കും ഗ്യാസുദ്ധി ചൊല്ലേ ഗൊന്തില്ലാണ്ട് ചൊല്ലേ. ഒരു പ്രിയപ്പെട്ട ബാലക്കാരൻ നണ്ടൊട്ടിയെ ചെന്നിട്ട് കണ്ണിനെ ഒഴിക്കുക. എന്റെ 4 പെണ്ണ് തപ്പാട്ടിയാറ്. എന്റെ ഞാൻ കള്ളു കുടിக்கிறവനുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. അവൻ അങ്ങനത്തേക്ക് പോവാത്ത ആളുണ്ടാ കണ്ടോണ്ടുള്ളേ. അവളോട് നല്ല ചെറുക്കട പോലെ കണ്ടോണ്ടുള്ളേ. പക്ഷെ അവന്റെ ಬಗ್ಗೆ ചൊന്നിട്ട് അവൻ കണ്ണീര് ഈ ശാപം തട്ടാണ്ടിക്കുക. മനുഷ്യക്ക് എന്തിന് ആണെങ്കിൽ സ്വറവേണം. നിസ്കാരം നടക്കരുത്, നോമ്പ് നടക്കരുത്. അതിനപ്പുറം പോയിട്ട് ഏറ്റവും കൂടുതൽ ഫിത്ന നടന്നുകൊണ്ടുള്ള കാലത്താണ് സ്വർഗത്ത് പോകും സത്യമില്ല. ആറ് ഞങ്ങൾക്ക് പ്രസംഗത്തിൽ അങ്ങനെ ചെല്ലുവാർ ഇങ്ങനെ ചെല്ലുവാർ 10 സ്വർഗത്ത് കൊണ്ട് അത് വെറുതെ കാത്തു നിൽക്കണത്തരെ ഞാൻ ഫിത്നാക്കിയിട്ട് നിന്റെ മനസ്സിലമയില്ലാണ്ട് ആറാറ് ഉപകരാക്കിയിട്ട് ഞാൻ നടന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നരകത്ത് നിന്റെ പഠിച്ചോൻ വലിച്ചിടരുത്. സംശയമേ ഇല്ല. നക്ക് വേനായത് റഹ്മത്താണ്. 4 ആത്മാർക്ക് നിന്റെ കൊണ്ട് ഉപകാരമാണ്. ഞാൻ വിശദീകരിക്കുക കൊണ്ടുള്ള സഹോദരന്മാരെ